നടുറോഡിൽ വെച്ച് പോലീസ് സംഘം ഒരു യുവതിയെ മർദ്ദിച്ചത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. വീഡിയോ ലൈക്ക് ചെയ്തോളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദമായി കാണാം. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിലെ വിശാലമായ പാടശേഖരങ്ങളിൽ ശൈത്യകാലത്തിന്റെ കുളിരുണ്ടായിരുന്നു. നേരം വെളുത്ത് 7 മണിയായിട്ടേയുള്ളൂ. പുകമഞ്ഞിനെ കീറിമുളിച്ചുകൊണ്ട് സൂര്യപ്രകാശം ഗോതമ്പ് പാടങ്ങളിലേക്ക് പതിക്കുന്നു. അഞ്ജലി നായർ തന്റെ പഴയ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്തു. പിന്നിലെ ട്രോളിയിൽ നിറയെ പുതിയതായി കൊയ്തെടുത്ത സുവർണ്ണ നിറമുള്ള ഗോതമ്പാണ്. വശത്ത് അവളുടെ അമ്മ സരസ്വതി അമ്മ വിറയ്ക്കുന്ന കൈകളോടെ ഇരിക്കുന്നു. ദശകങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് കുടിയേറിയ ഒരു മലയാളി കുടുംബമായിരുന്നു അവരുടേത്. അഞ്ജലി, സൂക്ഷിച്ചോടിക്കണം, റോഡിൽ നല്ല തിരക്കുണ്ടാകും. ഈ ഗോതമ്പ് വിറ്റ് കിട്ടുന്ന പണം വേണം നിന്റെ അനിയത്തി മീരയുടെ പഠനത്തിനും മറ്റും ഉപയോഗിക്കാൻ. നമുക്ക് ആകെ ഇത്രയല്ലേ ഉള്ളൂ. സരസ്വതി അമ്മ തന്റെ പുതപ്പൊന്നുകൂടി മുറുക്കി പുതച്ചു. അമ്മ പേടിക്കണ്ട, നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തും. അഞ്ജലി അമ്മയെ ആശ്വസിപ്പിച്ചു. അവളുടെ ഉള്ളിൽ പ്രതീക്ഷകൾ പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു. യാത്ര പകുതി പിന്നിട്ടപ്പോൾ ദേശീയപാതയോരത്ത് ചുവപ്പും നീലയും വെളിച്ചം മിന്നുന്ന ഒരു പോലീസ് ജീപ്പ് തടസ്സമായി നിന്നു. ഇൻസ്പെക്ടർ സത്യനും 2 കോൺസ്റ്റബിൾമാരും പുറത്തിറങ്ങി. അവരുടെ മുഖത്ത് അധികാരത്തിന്റെ ക്രൂരത പ്രകടമായിരുന്നു. വണ്ടി നിർത്തൂ, എങ്ങോട്ടാണ് ഈ ഗോതമ്പുമായി? ഇൻസ്പെക്ടർ സത്യൻ അലറി. അഞ്ജലി വണ്ടി നിർത്തി വിനയത്തോടെ താഴെ ഇറങ്ങി. സർ, ഗോതമ്പ് ചന്തയിൽ കൊണ്ടുപോവുകയാണ്. ഇതാ വണ്ടിയുടെ പേപ്പറുകൾ. സത്യൻ പേപ്പറുകൾ വാങ്ങി ഓരോന്നായി പരിശോധിച്ചു. ഇതിൽ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് വണ്ടി നിരത്തിലിറക്കിയത്? സർ, കാലാവധി കഴിഞ്ഞത് ശരിയാണ്, പക്ഷെ ഞങ്ങളത് പുതുക്കാൻ പണം അടച്ചു കഴിഞ്ഞു. പേപ്പർ വരാൻ കുറച്ച് ദിവസമെടുക്കും. ഇതാ അതിന്റെ പേയ്മെന്റ് രസീത്. അഞ്ജലി തന്റെ മൊബൈൽ ഫോൺ തുറന്ന് ഓൺലൈൻ രസീത് കാണിച്ചു. സത്യൻ പരിഹാസത്തോടെ ചിരിച്ചു. ഈ ഓൺലൈൻ രസീതൊന്നും ഇവിടെ ചിലവാക്കില്ല. നിയമം അനുസരിക്കണമെങ്കിൽ നീ ഒറിജിനൽ പേപ്പർ കാണിക്കണം. അല്ലെങ്കിൽ ഒരു 5000 രൂപ എനിക്ക് തരണം. ഇല്ലെങ്കിൽ നിന്റെ ട്രാക്ടർ ഇവിടെ ഇടും. എന്താ നിന്റെ തീരുമാനം? അത് അന്യായമാണ് സാർ. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരാണ്. രേഖകൾ ഉള്ളപ്പോൾ എന്തിനു പണം നൽകണം? കൈക്കൂലി തരാൻ എന്റെ കയ്യിൽ പണമില്ല, അഞ്ജലി ധീരമായി പറഞ്ഞു. സത്യൻ പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന മറ്റു പേപ്പറുകൾ പിടിച്ചുവാങ്ങി അവളുടെ മുഖത്ത് നോക്കി കഷണങ്ങളാക്കി കീറിയെറിഞ്ഞു. ഇനി എന്ത് പേപ്പർ കാണിക്കും വേണ്ടി നീ? അയാൾ ആക്രോശിച്ചു. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഏത് ജില്ലക്കാരാണ് കൂടുതൽ കാണുന്നതെന്നറിയാൻ ചെറിയൊരാഗ്രഹം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ. അത് ഇത്തരം ചൂഷണങ്ങൾ പുറം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. ശരി, ബാക്കി കേൾക്കാം. അഞ്ജലി തുടർന്നു. സർ, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. സത്യന്റെ നിയന്ത്രണം വിട്ടു. അയാൾ അവളുടെ കരണത്തെ ആഞ്ഞടിച്ചു. നീ എന്നെ പഠിപ്പിക്കാൻ വളർന്നോ? പിടിക്കുവരെ! അയാൾ പോലീസുകാരോട് ഉത്തരവിട്ടു. അവർ സരസ്വതി അമ്മയെയും അഞ്ജലിയെയും ബലം പ്രയോഗിച്ച് ജീപ്പിലിട്ടു. ട്രാക്ടർ മറ്റൊരു പോലീസുകാരൻ ഓടിച്ചുകൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലെ ഇരുളതണഞ്ഞ ലോക്കപ്പിലേക്ക് യാതൊരു പരിഗണനയുമില്ലാതെ അവരെ തള്ളിയിട്ടു. സമയം കടന്നുപോയി. ലോക്കപ്പിലെ പൊടിപിടിച്ച വായുവിൽ സരസ്വതി അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അവർക്ക് കഠിനമായ ആസ്മയുണ്ടായിരുന്നു. അഞ്ജലി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അവർ തറയിൽ വീണ് പിടഞ്ഞു. അഞ്ജലി ലോക്കപ്പിന്റെ അഴികളിൽ പിടിച്ച് നിലവിളിച്ചു. സർ, ദയവായി ഒന്ന് നോക്കൂ. എന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. അവർക്ക് വെള്ളം കൊടുക്കാമോ? അല്ലെങ്കിൽ അവരെ ഒന്ന് പുറത്തിറക്കൂ. അവർ മരിച്ചുപോകും സാർ. ഇൻസ്പെക്ടർ സത്യൻ തന്റെ കസേരയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അഭിനയിക്കാതിരിക്കാൻ പറ നിന്റെ തള്ളയോട്. 5 മിനിറ്റ് ശ്വാസം മുട്ടിയാൽ പണം തരാനുള്ള ബുദ്ധി തെളിയും. അയാൾ ക്രൂരമായി ചിരിച്ചു. സഹിക്കെട്ട അഞ്ജലി അടുത്തുവന്ന സത്യന്റെ മുഖത്ത് അഴികൾക്കിടയിലൂടെ ആഞ്ഞടിച്ചു. ഒരു സാധാരണ പെൺകുട്ടി തന്നെ അടിച്ചത് സത്യനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അയാൾ ലോക്കപ്പ് തുറന്ന് അവളെ മുടിക്ക് കുത്തിപ്പിടിച്ചു പുറത്തേക്ക് വലിച്ചിഴച്ചു. സ്റ്റേഷന്റെ പിന്നിലുള്ളൊരു പ്രത്യേക മുറിയിലേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ അവളെ ക്രൂരമായി മർദ്ദിച്ചു. അവളുടെ നിലവിളി സ്റ്റേഷന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. തിരികെ ലോക്കപ്പിലെത്തിയപ്പോൾ സരസ്വതിയമ്മ അബോധാവസ്ഥയിലായിരുന്നു. സത്യൻ അവരുടെ നാഡി പരിശോധിച്ചു. ഇത് ചത്തുപോയോ? അയാൾ ഭയന്നുപോയി. ഒരു ലോക്കപ്പ് മരണമുണ്ടായാൽ തന്റെ തൊപ്പി തെറിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതേസമയം യുപിയിൽ തന്നെ ആ ജില്ലയിലെ പുതുതായി ചാർജെടുത്ത മീര നായർ IPS തന്റെ അമ്മയെയും സഹോദരിയെയും ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ ഫോൺ എടുക്കാത്തതിൽ ആകുലപ്പെട്ട മീര അന്വേഷിച്ചിറങ്ങി. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്റെ കുടുംബത്തിന്റെ ട്രാക്ടർ കണ്ടപ്പോൾ മീരയുടെ നെഞ്ചിടിച്ചു. അവനെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് കുതിച്ചു. യൂണിഫോമിലായിരുന്ന മീരയെ കണ്ട ഉദ്യോഗസ്ഥർ വിറയലോടെ സല്യൂട്ട് ചെയ്തു. ഇൻസ്പെക്ടർ സത്യൻ, ഈ വഴി ഗോതമ്പുമായി ഒരു ട്രാക്ടർ പിടിച്ചെടുത്തോ? മീര കർശനമായി ചോദിച്ചു. അമ്മയുടെയും സഹോദരിയുടെയും ഫോട്ടോ കണ്ട സത്യന്റെ ഉള്ളൊന്ന് കാളി. താൻ മർദ്ദിച്ചത് തന്റെ പുതിയ മേലുദ്യോഗസ്ഥയുടെ സഹോദരിയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ഇല്ല മാഡം, ഞങ്ങൾ ആരെയും കണ്ടില്ല, അയാൾ വിയർപ്പോടെ കള്ളം പറഞ്ഞു. മീര തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ലോക്കപ്പിന്റെ ഉൾഭാഗത്തുനിന്നൊരു സ്ത്രീയുടെ നേർത്ത തേങ്ങൽ കേട്ടത്. അവൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു.
മീര വേഗത്തിൽ ലോക്കപ്പിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച മീരയെ തകർത്തുകളഞ്ഞു. അബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മയും പരിക്കേറ്റ് തളർന്നിരിക്കുന്ന അഞ്ജലിയുമായിരുന്നു. അമ്മേ, അഞ്ജലി! മീര ലോക്കപ്പ് തുറന്ന് അവരെ പുറത്തെടുത്തു. അഞ്ജലി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഇൻഷുറൻസ് രസീതുണ്ടായിട്ടും അത് കീറിക്കളഞ്ഞതും കൈക്കൂലി ചോദിച്ചതും തന്നെയും അമ്മയെയും ക്രൂരമായി പീഡിപ്പിച്ചതും അവൾ പറഞ്ഞു. മീരയുടെ സങ്കടം പെട്ടെന്ന് കനുത്ത ദേഷ്യമായി മാറി. അവൾ സത്യന് നേരെ തിരിഞ്ഞു. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിന്റെ അധ്വാനത്തിന് വിലയിടാൻ തനിക്ക് ആരാണ് അധികാരം നൽകിയത്? നിയമം സംരക്ഷിക്കാനേൽപ്പിച്ചവർ ക്രിമിനലുകളായി മാറിയാൽ പിന്നെ ജനങ്ങൾ ആരെ വിശ്വസിക്കും? മീര ഉടൻ തന്നെ ഉത്തരവിട്ടു. ഇൻസ്പെക്ടർ സത്യൻ, നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള 2 കോൺസ്റ്റബിൾമാരെയും ഇപ്പോൾ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഈ യൂണിഫോം അണിയാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഇപ്പോൾ തന്നെ അത് അഴിച്ചുവെക്കൂ. ഉത്തരവ് കേട്ട് സത്യൻ ഞെട്ടി. മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ സത്യന്റെയും കൂട്ടാളികളുടെയും യൂണിഫോം അഴിപ്പിച്ചു. മീര അവരെ അതേ ലോക്കപ്പിലേക്ക് തള്ളി. എന്റെ അമ്മ അനുഭവിച്ച അതേ ശ്വാസം മുട്ടൽ ഈ അഴികൾക്കുള്ളിൽ കിടന്ന് നിങ്ങളും അനുഭവിക്കണം. ഇവർക്ക് ദിവസം 1 നേരം മാത്രം ഭക്ഷണം നൽകിയാൽ മതി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നിങ്ങൾ പഠിക്കണം. മാധ്യമപ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി. മീര നായർ IPS ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ദ്രുജസ്വരത്തിൽ പറഞ്ഞു. യൂണിഫോം ധരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അവരെ പീഡിപ്പിക്കാനല്ല. നിയമത്തിനു മുന്നിൽ വലിപ്പചെറുപ്പമില്ല. അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും ഇതേ ഗതിയുണ്ടാകും. നീതി നടപ്പിലായിരിക്കുന്നു. അമ്മയെയും സഹോദരിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മീര സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. നീതിയുടെ സൂര്യൻ അന്നാ ഗോതമ്പ് പാടങ്ങൾക്ക് മുകളിൽ പ്രകാശത്തോടെ ഉദിച്ചുയർന്നു. അനീതിയുടെ ഇരുൾ മാറുന്ന കാഴ്ചയായിരുന്നു അത്. ഒരു മലയാളി പെൺകുട്ടിയുടെയും അവളുടെ സഹോദരിയുടെയും ധീരത ആ ഗ്രാമചരിത്രത്തിന്റെ ഭാഗമായി മാറി. മീരയുടെ ഈ പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജയ് ഹിന്ദ് എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.